യോദ്ധാവിൻ്റെ ഏറ്റവും വലിയ മനോദുഃഖം എന്ന് പറയുന്നത് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു നിരപരാധിയെ അറിയാതെ തട്ടിക്കളയുമ്പോൾ, അല്ലെങ്കിൽ നിരപരാധിയാണെന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യഥയുണ്ട് മനുഷ്യത്വമുള്ള ഒരു യോദ്ധാവ്. അതുപോലെ തന്നെ താൻ ഒരാളെ തൻ്റെ വിജയങ്ങൾക്ക് മുന്നോട്ട് പോയപ്പോൾ ഒരു നിരപരാധിയെ ഉപദ്രവിച്ചു എന്നുള്ളതിൻ്റെ കുറ്റബോധം തൻ്റെ ഉള്ളിൽ, അത് ചിലപ്പോൾ അച്ഛനോടാവാം, അമ്മയോടാവാം. വർക്കഹോളിസം എന്ന് പറയുന്നത് വാസ്തവത്തിൽ വളരെ പോസിറ്റീവായിട്ടാണ് പല ബിസിനസ് ബേസ്ഡ് സെൽഫ് ഹെൽപ്പ് ബുക്കുകളിലും പറയുന്നത്. ആക്ച്വലി നമ്മുടെ ജീവിതവും ആരോഗ്യവും നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു വർക്കഹോളിസം നല്ലതേയല്ല. താൻ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യാനുള്ളതാണെന്നും മറ്റുള്ളവർക്ക് അടിമയായിരിക്കാനും വിധിക്കപ്പെട്ടതാണ് എന്നുള്ള തോന്നൽ ഇവർ ഗ്രോ ആയി വരുമ്പം മുതലേ ഇവരുടെ ഉള്ളിലുണ്ടാവും. ഇത് അവരുടെ സെൽഫ് റെസ്പെക്റ്റിനെ അല്ലെങ്കിൽ ആത്മാഭിമാനത്തെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. ആറാം ഭാവത്തെക്കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആറാം ഭാവത്തെക്കുറിച്ച് പഠിക്കുമ്പം ഞാനൊരു ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഇത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള രാഗാതിരോഗാൻ എന്ന് പറഞ്ഞൊരു ബുക്കാണ്. ഇത് ഡോക്ടർ എസ്.കെ. കൃഷ്ണൻ നായരാണ് ഈ ബുക്ക് എഴുതിയത്. അസ്ട്രോളജി, പ്രത്യേകിച്ച് മെഡിക്കൽ അസ്ട്രോളജിയെക്കുറിച്ച് അനവധി ബുക്സ് ഉള്ള ഈ കാലഘട്ടത്തിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും, അതുപോലെ മലയാളത്തിൽ കുറവാണ്, ഇംഗ്ലീഷിൽ ധാരാളം ബുക്കുണ്ട്, ഹിന്ദിയിലുണ്ട്. അപ്പം അതുപോലെ തന്നെ എം കെ വിശ്വനാഥൻ നായർ എന്ന് പറഞ്ഞ ഒരാളുടെ, അദ്ദേഹത്തിൻ്റെ ബുക്ക് കൂടുതലും അദ്ദേഹത്തിൻ്റെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉണ്ട് മെഡിക്കൽ അസ്ട്രോളജിയുടെ ബുക്ക്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബുക്ക് എന്ന് പറഞ്ഞാൽ കൂടുതലും KP അസ്ട്രോളജിയെ ബേസ് ചെയ്തിട്ടാണ്, സ്റ്റെല്ലാർ അസ്ട്രോളജിയെ ബേസ് ചെയ്തിട്ടുള്ള ബുക്കാണ്. അത് മേടിച്ച് വായിക്കാം. പക്ഷേ എനിക്കതിലും ആ ബുക്കും നല്ല ബുക്കാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ബുക്കാണിത്. ഞാൻ രാഗാതിരോഗാൻ എന്നാണ് ഈ ബുക്കിൻ്റെ പേര്. ഇത് പക്ഷേ ഒരു ചിന്നിച്ചിതറുന്ന കിടക്കുന്ന ഒരു പുസ്തകം പോലെയാണ്. കിട്ടിയ അറിവുകളെല്ലാം, മെഡിക്കൽ അസ്ട്രോളജിയാണത്, അദ്ദേഹത്തിന് കിട്ടിയ അറിവുകളെല്ലാം കൂടി അദ്ദേഹം ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. നിങ്ങൾക്ക് മെഡിക്കൽ അസ്ട്രോളജിയിൽ താല്പര്യമുണ്ടെങ്കിൽ വളരെ വിശദമായിട്ടുള്ള ഒരു ബുക്കാണിത്. ഇത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇത് ഇടയ്ക്ക് ഔട്ട് ഓഫ് പ്രിൻ്റ് ആണെന്ന് പറഞ്ഞു, എനിക്കറിയില്ല. അത് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. ഇത് 2019 ഇറങ്ങിയൊരു കോപ്പിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പം നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് ഷെയർ ചെയ്യാം. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുള്ള പല സാധനങ്ങളും ഞാൻ ഇതിൽ നിന്നാണ്, മെഡിക്കൽ അസ്ട്രോളജി അല്ല 6th ഹൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, രോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിഷയങ്ങളിൽ എനിക്ക് ക്ലാരിറ്റി തന്നൊരു പുസ്തകമാണിത്. കാരണം പ്രമാണങ്ങളടക്കം ഇദ്ദേഹം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, സൈക്കോളജിയുടെ പല വിഷയങ്ങളും എടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല സബ്ജക്റ്റുകളും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന, മോഡേൺ സൈക്കോളജിയായിട്ട് ബന്ധപ്പെടുത്തി ഘടിപ്പിച്ച് പഠിക്കത്തക്ക രീതിയിലാണ് അദ്ദേഹം ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇൻ്റർനെറ്റൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയതുകൊണ്ട് ധാരാളം മോഡേൺ സൈക്കോളജി അല്ല മെഡിക്കൽ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ബുക്കുകൾ വാങ്ങാം. നമുക്കിപ്പം മോഡേൺ അസ്ട്രോളജിയൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ബിഹേവിയർ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറയുമ്പം ഒരു കൾച്ചറൽ, ഇപ്പോൾ US ബേസ്ഡ് ആയിട്ടുള്ള പല മെത്തേഡാണ് വരുന്നതെങ്കിൽ കൾച്ചറൽ കാര്യങ്ങളിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ വരും. പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യമല്ല US സാഹചര്യം, അതുപോലല്ല ജപ്പാനിലെ സാഹചര്യം, അതുപോലല്ല UAE സാഹചര്യം. ഓരോ നാട്ടിനെയും കൾച്ചറിനനുസരിച്ച് ചില നാടുകളിൽ ശരിയായിട്ടുള്ള, ചില നാടുകളിൽ തെറ്റാണ്, ചില നാടുകളിൽ തെറ്റായിട്ടുള്ള കാര്യം ചില നാടുകളിൽ ശരിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കോൺഫ്ലിക്റ്റുകൾ വരുന്ന സമയത്ത് നമുക്കിങ്ങനെ ബേസിക്കായിട്ട് അസ്ട്രോളജിയുടെ നോളജുകളും അതിൻ്റെ പ്രാചീനമായ പല കാര്യങ്ങളും പഠിക്കുന്നതിനോടൊപ്പം മോഡേൺ സൈക്കോളജിയുടെ പല കാര്യങ്ങളും കൂടെ ചേർത്ത് പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കീ കിട്ടും. അതുപോലെ തന്നെ മോഡേൺ സൈക്കോളജി സ്റ്റക്ക് ആവുന്നിടത്ത് നമുക്ക് ഇത് സ്റ്റക്ക് ആവുന്നിടത്ത് അതും ഉപയോഗിക്കാം. കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ക്യാരക്ടർ അനാലിസിസിന് കുറേ കാലം നിങ്ങൾ ഈ അസ്ട്രോളജി നോക്കി ആൾക്കാരെ മനസ്സിലാക്കിയാൽ കുറേ കാലം കഴിയുമ്പോൾ ആൾക്കാർ വന്ന് അവരുടെ ചേഷ്ട കൊണ്ട് തന്നെ, ആ ചേഷ്ട കൊണ്ട് തന്നെ മനസ്സിലാവും ഏത് ഗ്രഹത്തിൻ്റെ കാര്യമാണ്, ഏത് ഗ്രഹത്തിൻ്റെ കാരകത്വത്തിലുള്ള വിഷയമാണ് ഇയാൾ പറയാൻ പോകുന്നത്. അയാളുടെ ചേഷ്ട കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് റിയലാണോ വെറും റീലാണോ എന്ന്. അത് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് അത് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബുക്ക് റെഫർ ചെയ്യുന്നത്. ഞാൻ എല്ലാ ബുക്കും ഒന്നും അങ്ങനെ റെഫർ ചെയ്യാറില്ല. എന്നോട് പലരും ചോദിക്കാറുണ്ട് അങ്ങയുടെ വീഡിയോസിൽ അധികം ബുക്സിനെ കുറിച്ച് പറയാറില്ല. ഞാൻ വളരെ ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് ഓരോ ബുക്കുകൾ പറയാറുള്ളത്. അതെനിക്കിഷ്ടമുള്ളതും
എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയ ബുക്കുകളിലൊന്നാണ്. ഇത് വാങ്ങിച്ചു വെച്ചോളൂ, പഠിക്കാൻ ഉപയോഗിച്ചോളൂ. ഈ ഡോക്ടർ എസ് കെ കൃഷ്ണൻ നായരുടെ ഇദ്ദേഹത്തിൻ്റെ ദേവപ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ബുക്കുമുണ്ട്. അതും ഈ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പബ്ലിഷ് ചെയ്തത്. അതും നല്ലൊരു പുസ്തകമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ബുക്ക് ഇതാണ്. അപ്പം ഇത് വാങ്ങിച്ച് വെച്ചോളൂ. ഇനി നമുക്ക് ആരോഗ്യവും രോഗവും തമ്മിലുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് നോക്കാം. ഒരാളുടെ ആരോഗ്യത്തിലെ അതീവ ശ്രദ്ധ എങ്ങനെയാണെന്ന് നോക്കാം. 6-ാം ഭാവം ശക്തമാണെങ്കിൽ, 6-ാം ഭാവം ബലപ്പെട്ടാണെങ്കിൽ, ഒരു ഭാവം ബലപ്പെടുന്നത് എങ്ങനെയാണ്? ഭാവത്തിൽ നിൽക്കുന്നത്. ഭാവത്തിനും തൽപ്പതിക്കും കാരകാഖ്യ ഗ്രഹത്തിനും മൂവർക്കും ബലമുണ്ടെങ്കിൽ ഭാവം ഫല ഉറപ്പാണ്. അപ്പം 6-ാം ഭാവം ശക്തമാണെങ്കിൽ വ്യക്തിക്ക് സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടായിരിക്കും. പലരും പലതും പറയും, പക്ഷെ എന്നാലും അദ്ദേഹത്തിന് വേണ്ടത് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ മനസ്സിലാക്കിയിട്ട് അയാൾക്കറിയാം, എനിക്ക് 172 കിലോയുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ 72 കിലോയിലേക്ക് എത്തിക്കണം എന്നൊക്കെയുള്ള ഒരു പൊതു നിയമങ്ങളുണ്ടല്ലോ. ഈ നിയമത്തിനപ്പുറമായി ഞാൻ എൻ്റെ ശരീരത്തെ നന്നായി അറിയുകയും ഞാൻ ഒരു യുണീക്ക് പീസാണെന്ന് മനസ്സിലാക്കുകയും എനിക്ക് വേണ്ടത് എന്താണെന്ന് സ്വയം തിരിച്ചറിയുകയും ചെയ്ത് അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഭയങ്കര ചിട്ടയായ ജീവിത ശൈലിക്രമം എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അപ്പം ആ ചിട്ടയായ ഒരു ജീവിത ശൈലിക്രമം, വ്യായാമം, ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിത ശൈലി എന്നിവ പിന്തുടരുന്ന ഇവർക്കൊരു പ്രത്യേക താല്പര്യം കാണും. കാരണം അറിയാം, ഞാൻ ജീവിക്കുന്ന സാഹചര്യം ഇതാണ്, എൻ്റെ ശരീരത്തിന് ഇതാണ് വേണ്ടത്, ഇന്നതാണ് വേണ്ടത്, ഇത്ര സമയത്ത് എണീക്കും, ഇത്ര സമയത്ത് കിടക്കും, ഉറങ്ങും, കൃത്യമായിട്ട് വേണ്ടത് ആ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിട്ടപ്പെടുത്താൻ കൊണ്ടുപോകാൻ ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവർക്ക് ചികിത്സാ രംഗത്ത് നല്ല താല്പര്യം കാണും. ഈ ആരോഗ്യത്തിൽ ശ്രദ്ധയുള്ളതുകൊണ്ട് 6th ഹൗസും 8th ഹൗസിൻ്റെയും ബലമാണ് ശരിക്കും നല്ല ഡോക്ടേഴ്സിനെ ഉണ്ടാക്കുന്നത്. സ്പെഷ്യലി 8th ഹൗസാണ് നല്ല സർജൻ ഉണ്ടാകുന്നത്. 8th ഹൗസ് കുജൻ ഒക്കെ ശക്തമായിട്ട് സ്വാധീനിച്ചാൽ, 8ാം ഭാവത്തിൽ കുജനൊക്കെ നന്നായിട്ട് ശക്തമായി സ്വാധീനിച്ചാൽ ആണ് സർജൻ. 6th ഹൗസ് എന്ന് പറയുന്നത് ഇവർക്ക് മറ്റുള്ളവരുടെ രോഗങ്ങൾ ഭേദമാക്കുന്നതിൽ താല്പര്യം കാണും, മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്നതിൽ താല്പര്യമുണ്ടാവും. ഡോക്ടർ, നേഴ്സ്, ഹീലർ, മെഡിക്കൽ പ്രൊഫഷണൽസ്, അല്ലെങ്കിൽ അതുമായി മേഖല മറ്റുള്ളവരുടെ ദുഃഖത്തെ, മറ്റുള്ളവരുടെ വിഷമത്തെ ഹീൽ ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കേട്ടുകൊണ്ടിരിക്കാൻ, ഇതെല്ലാം ഹീലിംഗ് ജോലികൾ, അസ്ട്രോളജി അല്ലെങ്കിൽ സൈക്കോളജി അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ ഹീലേഴ്സ്, മെൻറ്റേഴ്സ്, എവറിത്തിങ് ഈ ഒരു ഏരിയകളിൽ ആ ഒരു ഹീൽ ചെയ്യുന്ന ആ ഒരു മേഖല ഇവർക്ക് നല്ല താല്പര്യങ്ങൾ കാണും. അതുപോലെ തന്നെ ശുചിത്വബോധം എന്ന് പറയുന്നത് ഇവർക്ക് വ്യക്തി ശുചിത്വത്തിലും എൻ്റെ ശരീരത്തെ ഒരു തരത്തിലും അശുദ്ധിയാക്കരുത്, ഐ ആം എ ഡിവൈൻ പേഴ്സണാലിറ്റി എന്നുള്ള ഒരു ചിന്തയുണ്ടാകും. അതുകൊണ്ട് എൻ്റെ ശരീരത്തെയും എൻ്റെ ഓറയെയും എൻ്റെ വൈബിനെയും അശുദ്ധിയാക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ശുചിത്വവും, സ്വഭാവത്തിലുള്ള ശുചിത്വവും, ഭക്ഷണത്തിലുള്ള ശുചിത്വവും, കിടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും ഇവരെ സഹവസിക്കുന്നിടത്തും ഇവരുടെ ബാത്റൂമും എല്ലാം സർവ്വതും ആ ശുചിത്വം. അത് രോഗം വരുന്നത് മാത്രമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഹൈജീനിക് എന്ന് പറയുന്ന ഇതിൽ സാനിറ്റൈസർ വാരിയിട്ട് തേച്ച് വെൽ ഡ്രസ്ഡ് ആയിട്ടിട്ട് തോന്നുമ്പോൾ എണീക്കുമ്പോൾ, തോന്നുമ്പോൾ കിടക്കുക, തോന്നിയെല്ലാം തിന്നുക, വ്യായാമമൊന്നും ഇല്ലാതിരുന്നിട്ട് വീണ്ടും സാനിറ്റൈസർ, അതല്ല ഹൈജീനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെടുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ശുചിത്വ ബോധമുണ്ട്. അത് വ്യക്തിഗുണത്തിലും ഉണ്ടാവണം. വ്യക്തിഗുണത്തിലുണ്ടായാലേ ചുറ്റുപാടുകൾ ശുദ്ധമാവത്തുള്ളൂ. ചുറ്റുപാടുകൾ എത്ര ശുദ്ധമായാലും വ്യക്തി മോശമാണെങ്കിൽ അതിന് കാര്യമില്ല. കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, അപ്പോൾ എനിക്കൊരു ഇഷ്ടവുമാണത്. ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ കൂടുതലും ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പം അത് വല്ലാതെ സന്തോഷം നൽകുന്നുണ്ട്. ഒരുപാട് യാത്ര ചെയ്യുന്ന സമയത്ത് ചേരികളിലൂടെയൊക്കെ പോകും. ഈ ഫോറിനേഴ്സ് ഇന്ത്യയെ കാണിക്കുമ്പം ശ്രദ്ധിച്ചിട്ടുണ്ടോ, കുറേ ചേരികളായിരിക്കും കാണിക്കുന്നത്. വാസ്തവത്തിൽ ഇന്ത്യയിൽ അതൊന്നും അല്ല ഉള്ളത്. ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, ഒരുപാട് വലിയ ബിൽഡിങ്ങുകളുണ്ട്, വൻ സിറ്റികളുണ്ട്, ഒരുപാട് മെഷീനറി കമ്പനികളുണ്ട്, ഒരുപാട് പ്രൊഡക്ഷൻ യൂണിറ്റുകളുണ്ട്. നമ്മൾ വിചാരിക്കാത്ത അത്ര കാര്യങ്ങൾ ഇന്ത്യയിലുണ്ട്. കേരളത്തിൽ ഇതൊന്നും ഇല്ലെങ്കിലും
പുറത്തോട്ട് പോയാൽ, പ്രത്യേകിച്ച് പല നാടുകളിലേക്കും പോയാൽ എന്തെല്ലാം സാധനമാണെന്നുള്ള പ്രൊഡക്ഷനിൽ തുണികൾ, പിന്നീട് ഒരിക്കലും നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പം ഞാൻ അങ്ങനെ പോകുന്ന സമയത്ത് ഈ ചീരി പ്രദേശങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്. പോകുന്ന സമയത്ത് അതിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ നമ്മൾക്ക് അസുഖം വരുമെന്നൊരു പേടിയിരിക്കും. കാരണം അത്ര ഡേർട്ടി ആയിട്ടാണ് വെള്ളമൊക്കെ കിടക്കുന്നത്. പക്ഷേ അതിൻ്റെ സൈഡിൽ താമസിക്കുന്നവർ അതുമായിട്ട് പൊരുത്തപ്പെട്ട് വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതെ അവരുടെ ശരീരത്തിലെ ആൻറ്റിബോഡിയൊക്കെ അതുമായിട്ട് അങ്ങ് സെറ്റായി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് വാസ്തവത്തിൽ ഈ ഡേർട്ട്നെസ് അല്ല നമുക്ക് അസുഖം ഉണ്ടാക്കുന്നത് നമ്മളറിയാതിരിക്കുന്നതും നമ്മുടെ ശുചിത്വം, വ്യക്തി ശുചിത്വവും നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ ജീവിത രീതിക്കനുസരിച്ചും കൃത്യമായിട്ട് ശുദ്ധമാക്കി വെക്കുന്നതിലാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്കൊരു ശുചിത്വ ബോധം ഉണ്ടാകും. OCD അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചിലർക്ക് ചില തരത്തിലുള്ള OCD വന്നു കഴിഞ്ഞാൽ എപ്പോഴും വൃത്തിരാക്ഷസനായിട്ട് തോന്നും. ഫഹദ് ഫാസിലിൻ്റെ ഒരു സിനിമയുണ്ട്, അപ്പം 24 കാതം എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഒരു പടമുണ്ട്. അപ്പോൾ അതിനകത്ത് കാണുന്ന പോലെ ആ ഒരു വൃത്തിരാക്ഷസ ശൈലിയല്ല, നാച്ചുറലായിട്ടുള്ള ചുറ്റുപാടുകളും സാഹചര്യങ്ങളും പൊടിയെല്ലാം തൂത്ത് വൃത്തിയാക്കി, എന്നാൽ പ്രകൃതിയോട് ഇണങ്ങിയും മഴയത്തിറങ്ങാം, എല്ലാത്തിനും അതിനോടുള്ളൊരു ആ വെള്ളത്തിലൊക്കെ ഇറങ്ങിയാലും കടലിലേക്ക് ഇറങ്ങാം, പ്രകൃതിയോട് ഇണങ്ങി അങ്ങനെ നമ്മുടെ ശരീരത്തെ പ്രകൃതിയോട് ഇണങ്ങുന്നതിനോടൊപ്പം തന്നെ ഒരു വ്യക്തി ശുചിത്വവും മാനസിക ശുചിത്വവും പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് വാസ്തവത്തിലും ഈ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്നുള്ള ഏരിയയിൽ ശരിക്കും 6th ഹൗസ് സ്ട്രോങ് ആണെങ്കിൽ സ്വാധീനിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇനി നമുക്ക് പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് രോഗത്തെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠ, ഹൈപ്പോകോൺട്രിയ എന്ന് പറയും. അതായത് 6ാം ഭാവം ദുർബലമായ വ്യക്തിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും വലിയ ഭയമുണ്ടാക്കുന്ന ഒരു സ്വഭാവക്കാരനായിരിക്കും. ആരോഗ്യത്തെക്കുറിച്ച് എപ്പോഴും ഓവറായിട്ടുള്ളൊരു ഭയം ഉണ്ടാകും. കുഞ്ഞു രോഗങ്ങൾ പോലും വലിയ ഭയത്തോടു കൂടിയായിരിക്കും അവരതിനെ കാണുന്നത്. തനിക്ക് എന്തെങ്കിലും വലിയ രോഗങ്ങൾ വരാനുള്ള കാരണമാണോ എന്നുള്ളതൊക്കെ ചിന്തിച്ചാലും, ചെറിയൊരു രോഗം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സിംറ്റംസ് എല്ലാം കൂടെ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വരുമ്പോൾ തന്നെ അത് മഹാരോഗമാക്കി ഗൂഗിൾ അത് പറഞ്ഞു തരും. അപ്പോൾ ഇങ്ങനെ നമ്മളിരുന്ന് ടൈപ്പ് ചെയ്തിട്ട് അത് കണ്ട് ഓൾറെഡി കരയാനിരിക്കുന്ന നായാണ്, അത് മോങ്ങാനിരിക്കുന്ന പട്ടിയുടെ തല്ലിൽ തേങ്ങയും കൂടെ വീണാലെന്ന് പറയുന്ന പോലെ ഈ അമിതമായിട്ടുള്ള രോഗത്തെക്കുറിച്ച് ഉത്കണ്ഠയുള്ളവർ വീണ്ടും ഇതിനെ കുറിച്ച് ചിന്തിക്കുകയും തനിക്ക് എന്തെങ്കിലും മാരകമായ രോഗം വരാൻ പോകുകയാണെന്നുള്ള ഭയവും ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും. ഇത് പിന്നീട് ഇവരെ കടുത്ത മാനസിക സമ്മർദ്ദങ്ങളിലേക്ക് നയിക്കാം എന്നുള്ളതും ഉറപ്പാണ്. അത് തിരിച്ചറിഞ്ഞാൽ അത് മാറിക്കണം. പ്രത്യേകിച്ച് 6th ഹൗസ് സാറ്റേൺ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ജാതകത്തിൽ 6th ഹൗസിലാണ് സാറ്റേൺ നിൽക്കുന്നത്. സാറ്റേൺ 6th ഹൗസിൽ നിൽക്കുമ്പോൾ നാച്ചുറലായിട്ട് ഒരു ഭയം, ചെറിയ രോഗങ്ങൾക്ക് പോലും ശക്തമായ ഭയം ഉണ്ടാകും. അത് പിന്നീട് ഈ ശാസ്ത്രം പഠിക്കുകയും ഗുരുക്കന്മാരുടെ ഉപദേശവും കൊണ്ടാണ് നമ്മൾ വീണ്ടും അതിൽ നിന്ന് കരകയറി എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് കുഞ്ഞു അസുഖങ്ങൾ വന്നാൽ പിന്നെ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ അത് പിന്നീട് വളരെ കഷ്ടപ്പെട്ടാണ് അത് മാറ്റിയെടുത്തത്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ചെറിയ അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക. 6th ഹൗസ് സാറ്റേൺ എന്ന് പറയുന്നത് തന്നെ എപ്പോഴും എന്തെങ്കിലും ഒരു രോഗം നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. വളരെ പ്രശസ്തരായ പലരുടെയും ജാതകത്തിൽ ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സെലിബ്രിറ്റി എന്ന് കാണുന്ന പലരുടെയും ജാതകത്തിൽ ഈ 6th ഹൗസ് മോശമായിട്ട് അവർക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട്. ഈ അസുഖങ്ങളെ വെച്ചുകൊണ്ടാണ് അവർ ഒരു വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ജീവിക്കുകയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള അലർജറ്റിക് രോഗങ്ങളും അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥാപാത്രങ്ങളെ അഭിനയിച്ചുമൊക്കെ നമ്മുടെയൊക്കെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള നടനായിട്ടൊക്കെ മാറുകയും ഒക്കെ ചെയ്യുന്ന അത്രയും അസുഖങ്ങൾ അവരിൽ വെച്ചുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാതൊരു ബഹുമാനം തോന്നും. അപ്പോൾ അതെങ്ങനെയാണ് ആ ഭയത്തെ വിട്ടുമാറാത്ത അസുഖങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അസുഖങ്ങളുണ്ടെന്നുള്ള തോന്നലുകൾ കൊണ്ട് ഉത്കണ്ഠയും ഭയവും കൊണ്ട് കടുത്ത മാനസിക സമ്മർദ്ദങ്ങളിലൂടെ പോകാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും ഒരു മെൻ്റൽ വിക്റ്റിമിൻ്റെ, അതായത് വിക്റ്റിം മെൻറ്റാലിറ്റിയുടെ ഒരു മാനസിക സമ്മർദ്ദത്തിൻ്റെ ഒരു ഇരയായിട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. എനിക്ക് രോഗം വരുമോ ഈ ഭയത്തിൽ ജീവിക്കേണ്ടി വരുന്ന
ഒരവസ്ഥ. ഇതൊരു വളരെ കടുത്തൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് സിക്സ് ഹൗസിൽ മോശമാണെങ്കിൽ, പ്രത്യേകിച്ച് സിക്സ് ഹൗസിൽ ചൊവ്വ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡേഞ്ചറിനെ വിളിച്ചു വരുത്തും. എന്നാൽ നമുക്ക് ഓരോ ഭാവത്തിൽ, 6-ാം ഭാവത്തിൽ വിവിധ ഗ്രഹങ്ങളെ നിൽക്കുന്നതിനെ കുറിച്ച് പറയാം. ഡേഞ്ചർ എന്ന് പറയുമ്പോൾ സർജറി, ആക്സിഡൻസ്, ഇതുപോലുള്ള പല സാധനങ്ങൾ, കടം, രോഗം, ദുരിതം, ഇതൊക്കെ വിളിച്ചു വരുത്തുകയും ചെയ്യും, അതിനെ ഓവർകം ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ സ്ത്രീജാതകത്തിലൊക്കെ 6-ലാണെങ്കിൽ ഉറപ്പാണ് വയറിന് സിസേറിയൻ ഉറപ്പിച്ചോളൂ. അത് ചാൻസസ് ആണ്, 100%, ഒരു 80-90% ചാൻസ് ആണത്. അപ്പോൾ അത് നമുക്ക് ആ ഗ്രഹങ്ങൾ അവിടെ നിൽക്കുന്നതിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് പഠിക്കാം. നമുക്കിനി അടുത്തത് സൈക്കോളജി ഓഫ് വർക്ക് ആൻഡ് സർവീസ്. നമുക്ക് ജോലിയും സേവനവും നോക്കാം. 6th ഹൗസിൽ 6-ാം ഭാവം എന്ന് പറയുന്നത് കഠിനാധ്വാനത്തിൻ്റെയും കൃത്യനിഷ്ഠയുടെയും ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇവർ ജോലി കൃത്യതയോടെയും ഉത്തരവാദിത്വത്തോടു കൂടിയും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാവും. 6th ഹൗസിന് ബലമുണ്ടെങ്കിൽ, ഭാവത്തിനും തൽപ്പതിക്കും കാരകാക്കി ഗ്രഹത്തിനും 3 പേർക്കും ബലമുള്ളവരാണെങ്കിൽ, 6th ഹൗസ് ബലപ്പെട്ടതാണെങ്കിൽ ജോലികൾ കൃത്യമായിട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവരായിരിക്കും. അതുപോലെ തന്നെ ഏൽപ്പിച്ച് ജോലി ചെയ്യാൻ ഇഷ്ടമുള്ളവരായിരിക്കും. അതുപോലെ തന്നെ ചെയ്യുന്ന ജോലിയോടെ നല്ല ആത്മാർത്ഥതയോടെ അത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരെ സേവിക്കുന്നതിലും അവരുമായി ഇടപെടുന്നതിലും അവരെ സഹായിക്കുന്നതിലും ഒരാനന്ദം കണ്ടെത്തുന്നവരായിരിക്കും. കൂടുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നതിനും കൂടുള്ളവർ കയറി വരുന്നതിൽ ഇഷ്ടപ്പെടുന്നതും. ചില ആൾക്കാരുണ്ട് കൂടുള്ളവരൊക്കെ തന്നെ ക്രോസ് ചെയ്ത് പോകുമോ എന്നൊക്കെ ഉള്ളത് ഭയങ്കര ടെൻഷനായിരിക്കും. വളർന്നു പോയി നമുക്ക് കഴിവുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും അങ്ങനെ എൻ്റെ അടുത്ത് പലപ്പോഴും ഈ IT-ലൊക്കെ ജോലി ചെയ്യുന്ന ഒരു കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ പറയുന്നത് ഭയങ്കര കടുത്ത പൊളിറ്റിക്സാണ് അവിടെ, പുറമേയുള്ള പൊളിറ്റിക്സ് ഒന്നുമല്ല, അതിനേക്കാളും വലിയ കടുത്ത പൊളിറ്റിക്സാണ് ഇവിടെ എന്ന് പറയും കോർപ്പറേറ്റ് മേഖലകളിൽ. അപ്പം കോർപ്പറേറ്റ്സിൻ്റെ ഇടയിൽ ആ ഒരു കോർപ്പറേറ്റ് കൾച്ചർ ഇങ്ങനെയാണ് എന്നാണ്. അതായത് ആരോടും വലിയ സ്നേഹത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ലോജിക്കൽ ബ്രെയിൻ യൂസ് ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ നടത്തുക, ഇറ്റ്സ് ഇനഫ്. പെയിൻ വരുമ്പോഴായിരിക്കും പലപ്പോഴും ഇവർ വരുന്നത്. അപ്പം ഞാനിങ്ങനെ തമാശയ്ക്ക് ചോദിക്കാറുണ്ട്, കോർപ്പറേറ്റ്സിന് സ്വാഭാവികമായിട്ടും ആര് മറന്നാലും പൊളിറ്റിക്സ് ഈശ്വരൻ മറക്കില്ലല്ലോ. അപ്പം ഇങ്ങനെ ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ അവർ പറയും അങ്ങനെയൊന്നുമല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല എന്ന് പറയും. ഈ 6-ാം ഭാവത്തിന് ബലമുള്ളവരാണെങ്കിൽ അവർ അവരുടെ കൂടെ ഉള്ളവരെ സപ്പോർട്ട് ചെയ്യും, കൂടെ ഉള്ളവർ കയറി വരാൻ നോക്കും. നല്ല മാനേജേഴ്സാവും. അവർ താഴെ നിന്നുള്ള പ്രഷർ ഒട്ട് മേളോട്ട് കൊടുക്കത്തുമില്ല, മേളിൽ നിന്നുള്ള പ്രഷർ ഒട്ട് താഴോട്ടും കൊടുക്കാതെ ഇവർ അതിൻ്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്ത് കിട്ടുവായിട്ട് അത് മാനേജ് ചെയ്ത് പെർഫെക്റ്റായിട്ട് കൊണ്ടുപോകാനുള്ളൊരു ശേഷിയും ഈ 6th ഹൗസിന് ബലമുള്ളവർക്കുണ്ടാവും. സഹായ മനോഭാവം ഉണ്ടാവും, മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെയുള്ളൊരു ആഗ്രഹം ഇവർക്കുണ്ടാവും. അതുപോലെ തന്നെ ഈ പ്രശ്നപരിഹാരത്തിനുള്ള കഴിവ്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും, അത് ജോലി സ്ഥലത്താണെങ്കിലും ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനും ഈ പ്രശ്നത്തിൻ്റെ കോർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനെന്ത് പരിഹാരമാണ് വേണ്ടതെന്ന് യുക്തി ഉപയോഗിച്ച് ചിന്തിച്ച് അത് കൃത്യമായി, ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ കൃത്യമായി ചെയ്ത് ആ വിഷയം സോർട്ട് ഔട്ട് ചെയ്ത് അത് ക്ലീൻ ചെയ്ത് അതിനെ എന്നേക്കുമായിട്ട് വൈപ്പ് ഔട്ട് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഇവർക്കൊരു കഴിവുണ്ട്, ഒരു നിയോഗമുണ്ട്. അതുകൊണ്ട് പ്രശ്നപരിഹാരത്തിനുള്ള കഴിവ് ഇവർക്കുണ്ട്. ഇനിയും നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. വർക്ക് ആൻഡ് സർവീസിലെ 6-ാം ഭാവം പോയാലുണ്ടാവുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ എന്താണെന്ന് നോക്കാം. അടിമത്വ മനോഭാവം, സെർവിറ്റ്യൂഡ് മൈൻഡ് സെറ്റ്. അതായത് താൻ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യാനുള്ളതാണെന്നും മറ്റുള്ളവർക്ക് അടിമയായിരിക്കാനും വിധിക്കപ്പെട്ടതാണ് എന്നുള്ള തോന്നൽ ഇവർ ഗ്രോ ആയി വരുമ്പം മുതലേ ഇവരുടെ ഉള്ളിലുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഇത് അവരുടെ സെൽഫ് റെസ്പെക്റ്റിനെ അല്ലെങ്കിൽ ആത്മാഭിമാനത്തെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. എനിക്ക് 6th ഹൗസിൽ സാറ്റേൺ ആണെങ്കിലും എനിക്ക് കുട്ടിക്കാലം മുതൽ, കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ജോലി ചെയ്ത് തുടങ്ങിയ കാലം മുതൽ തന്നെ എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള, ചിലപ്പോൾ എനിക്ക് ബലം കൂടിയ ഗ്രഹം വേറെയാണ്. 10-ൽ നിന്നാണ് വ്യാഴം നിൽക്കുന്നത്. വ്യാഴം സാറ്റേണിനെ നോക്കുന്നതുകൊണ്ടായിരിക്കാം, 10-ൽ നിന്ന് 6-ലേക്കുള്ള വിശേഷ ദൃഷ്ടി വെച്ചിട്ട് സാറ്റേണിനെ നോക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്കെപ്പോഴും എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ എനിക്കത്ര താല്പര്യമില്ല. അതിന് എത്ര പണം കിട്ടുന്ന ജോലിയാണെങ്കിലും, അത് എൻജിനീയർ ആയിരുന്നപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള തരത്തിലുള്ള ജോലി അന്വേഷിച്ചപ്പോഴാണെങ്കിലും ഒക്കെ
അതിനുശേഷം അസ്ട്രോളജി പ്രൊഫഷനായിട്ട് വന്ന സമയത്താണെങ്കിലും ഒക്കെ ഒരുപാട് സാലറിയും ജോലിയും തമ്മിൽ ഒരുപാട് അന്തരമുണ്ടായിരുന്നു പലപ്പോഴും. ഞാൻ മുന്നോട്ട് വന്ന യാത്രകൾക്കിടയിൽ ഞാൻ ചെയ്തു വന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഞാൻ ചെയ്ത ചെറിയ ചെറിയ ജോലികളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ജോലി എനിക്ക് മെയിനായിട്ടുള്ള ജോലി കിട്ടുന്നിടം വരെ ചെറിയ ജോലികളും ചെയ്തിട്ടുണ്ട്. ചെറിയ ജോലികളിലൂടെ ഒരു നല്ല ജോലി കിട്ടിയപ്പോഴും അത് കഴിഞ്ഞ് അതെല്ലാം വിട്ട് ഞാൻ അസ്ട്രോളജി ഒരു പ്രൊഫഷനായി കാലം കൊണ്ടുവന്ന് എത്തിച്ചപ്പോഴും പണത്തിൻ്റെ വിഷയത്തിൽ രണ്ട് തലമായിരുന്നു തുടക്കകാലം. അതായത് ജോലിയിൽ കിട്ടുന്ന ശമ്പളവും ഇതിൽ കിട്ടുന്ന ശമ്പളവും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ ആ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞുകൊണ്ട് ഒരാളുടെ അടുത്ത് അടിമയായിരിക്കുന്നതിലും കൂടുതൽ ഇഷ്ടം എനിക്ക് ഇത് ചെയ്യുന്നതാണ്. പക്ഷേ ഇതിനൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. ജോലിയിലാവുമ്പോൾ കൃത്യമായിട്ട് 13th 1ാം തീയതി സാലറി വരും. എങ്ങനെയൊക്കെ പോയാലും ആഴ്ചകൾ ഇങ്ങനെ ഓടിച്ച് പോയാൽ 2 ദിവസത്തെ അവധിയുണ്ട്, അത് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ബാക്കി 5 ദിവസം ജോലി ചെയ്താൽ മതി, ഇങ്ങനെ പോവാം. പക്ഷേ ഈ പറയുന്ന ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ വരുമെന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഒക്കെ ഒരു ദൈവാധീനവും നമ്മളുടെ കഴിവും ഈശ്വരാനുഗ്രഹവും ഒരുപാട് കാര്യങ്ങൾ ഒത്തുവരണം. എന്നിരുന്നാൽ പോലും എനിക്കിത് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആത്മസംതൃപ്തിയാണ്. എൻ്റെ 6th ഹൗസിൽ നിൽക്കുന്ന ഗ്രഹം സാറ്റേൺ ആണെങ്കിൽ, അതൊരു സെർവൻറ്റ് ഗ്രഹമാണെങ്കിൽ, സെർവിറ്റ്യൂഡ് മൈൻഡ് സെറ്റിൻ്റെ ആണെങ്കിൽ പോലും എൻ്റെ ഒരു സർവീസ് മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ശാസ്ത്രത്തെ മനുഷ്യന് ഉപകാരപ്പെടാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും മനുഷ്യരുടെ ക്യാരക്ടർ അനാലിസിസിന് ഇത് ഉപയോഗിക്കാനും സ്വന്തം ജീവിതത്തിലുണ്ടാവുന്ന തടസ്സങ്ങൾ, കാർമിക് ലൂപ്പുകളെ എങ്ങനെ എന്ത് വഴിയിലൂടെ മാറ്റി ഫ്രീ വിൽ ഉപയോഗിച്ച് മുന്നോട്ട് ഒരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് എങ്ങനെ മാറ്റാം, എങ്ങനെ നമ്മുടെ ഡെലിബറേറ്റ്ലി നമുക്ക് എങ്ങനെ നമ്മുടെ കാഴ്ചപ്പാടുകളെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഇതിനകത്തെ മെയിൻ ഇത്. ശരിക്കും അത് ആ വ്യാഴത്തിൻ്റെ വിസ്ഡത്തിൻ്റെ കാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ഇൻഫ്ലുവൻസ് കൃത്യമായിട്ട് സാറ്റേണിന് വന്നപ്പോഴത്തേക്ക്, പവർഫുള്ളായിട്ടുള്ള ജൂപ്പിറ്ററിൻ്റെ ഇൻഫ്ലുവൻസ് അതിലേക്കും വന്ന സമയത്ത് ആ ആധ്യാത്മിക യോഗം വർക്ക് ചെയ്യുന്നത്. അപ്പം ഡെയിലി റൊട്ടീനിൽ മടിയൊക്കെ എനിക്ക് തോന്നുമെങ്കിലും, നല്ല മടിയനാണെങ്കിൽ പോലും എനിക്ക് ഇതല്ലാതെ ഇതിനകത്തൊരു കൃത്യനിഷ്ഠയോടുകൂടി ഈ വിഷയം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള ഒരു ആഗ്രഹം എപ്പോഴുമുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാഭിമാനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന സാഹചര്യത്തിൽ നിന്നുമുള്ള ഒരു ഇറങ്ങി വരവാണ്. അതിനെ പൂർണ്ണമായും അത് പറ്റില്ല. ഇനി എന്ത് ഭൂമി പൂർണ്ണമായി എനിക്ക് കിട്ടിയാലും ഇത് ആത്മാഭിമാനം കളഞ്ഞുകൊണ്ടുള്ള ഒരു ജോലി എനിക്ക് പറ്റില്ല ജീവിക്കാൻ എന്നുള്ളത് എടുത്ത ഒരു ദൃഢനിശ്ചയമാണ് വാസ്തവത്തിൽ. അതിന് കാരണം ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പായും ആ തീരുമാനം എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഉറപ്പായും ഈ പറഞ്ഞതിൽ എപ്പോഴും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടി ജനിച്ച ആളാണോ, അല്ലെങ്കിൽ ഇതാണോ ലൈഫ്, ഇങ്ങനെയാണോ ജീവിക്കേണ്ടതെന്നുള്ളൊരു തോന്നൽ വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ 6th ഹൗസ് സ്ട്രോങ് അല്ലെന്നുണ്ടെങ്കിൽ വർക്കഹോളിസമാണ്. വർക്കഹോളിസം എന്ന് പറയുന്നത് വാസ്തവത്തിൽ വളരെ പോസിറ്റീവായിട്ടാണ് പല ബിസിനസ് ബേസ്ഡ് സെൽഫ് ഹെൽപ്പ് ബുക്കുകളിലും പറയുന്നത്. ആക്ച്വലി നമ്മുടെ ജീവിതവും ആരോഗ്യവും നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു വർക്കഹോളിസം നല്ലതേയല്ല. ആരോഗ്യം, ശരീരം ആദ്യം ധർമ്മസാധനം. ശരീരത്തെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ജോലി ചെയ്യണം, വർക്കൗട്ട്. പക്ഷേ ഉറങ്ങാനുള്ളത് ഉറങ്ങണം. ആരും കാണില്ല. ശരീരം പിണങ്ങി വയ്യാതായാൽ ആരും കാണില്ല. നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ആരും ഉണ്ടാവില്ല. നമ്മൾ വളരെ പാഷനേറ്റായിട്ട് അത് ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും ശരീരം മറന്നു പോകും. പക്ഷേ അതുപോലെയല്ല വർക്കഹോളിസം. ആർക്ക് വേണ്ടി ചെയ്താലും നമ്മൾ ആ ജോലിയിൽ അമിതമായി മുഴുകി വ്യക്തി ജീവിതം മറന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യത 6th ഹൗസ് മോശമായാൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഓവർ പെർഫെക്ഷനിസമാണ്. പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ജോലിയിൽ തന്നെ 6th ഹൗസ് ഡെയിലി പെർഫെക്റ്റ് ആവാൻ വേണ്ടി ശ്രമിച്ചിട്ട് അതാവാത്തതിൻ്റെ കാരണത്താൽ, അല്ലെങ്കിൽ അതാവാൻ വേണ്ടി ശ്രമിച്ചിട്ട് അത് കൃത്യമായിട്ട് അവരുദ്ദേശിക്കുന്ന പോലെ വരാത്തതിനാൽ മാനസിക പിരിമുറുക്കത്തിനുള്ള പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. മാനസിക പിരിമുറുക്കം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആക്ച്വലി പൂർണ്ണമായതൊന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല.
എന്നുള്ളത് മനസ്സിലാക്കുക. എല്ലാം തികഞ്ഞതൊന്നും ഇവിടെയില്ല. എല്ലാം തികഞ്ഞാൽ ഇവിടുന്ന് പോകണം. എല്ലാം തികയ്ക്കാൻ വേണ്ടി വരുന്ന സ്ഥലമാണ് ഭൂമി. കർമ്മപൂർത്തീകരണത്തിനുള്ള സ്ഥലമാണിത്. കർമ്മക്ഷയത്തിനും കർമ്മപൂർത്തീകരണത്തിനും നിയോഗപൂർത്തീകരണത്തിനുമുള്ള സ്ഥലമാണ് ഭൂമി. ഭൂമി ഒരു ജയിൽ പോലെയാണ്. ഇത് വിട്ടാൽ, അത് പൂർത്തീകരിച്ചാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനുണ്ടാവില്ല. ഈ ശരീരം പോലും സർവ്വതും ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടുള്ള അൺമാനിഫെസ്റ്റഡ് കോൺഷ്യസ്നെസ്സിലേക്ക് മുഴുകണം. അതാണ് പൂർണ്ണത. അല്ല, ആ ഒരു അവസ്ഥയാണ് പൂർണ്ണത. പരമമായ സത്യമാണ് പൂർണ്ണമായിട്ടുള്ളത്. ബാക്കിയെല്ലാം എന്തേലും ലിമിറ്റേഷൻ ഉണ്ടോ? എത്ര പെർഫെക്റ്റ് ആയിട്ട് ഒരു കാര്യം നിങ്ങൾ ചെയ്താലും ഇരുന്നൊന്ന് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ എവിടെയെങ്കിലും ഒരു ഇംപെർഫെക്ഷൻ ഉണ്ടായിരിക്കും. അത് ഉറപ്പാണ്. അതുകൊണ്ട് പെർഫെക്ഷനിസത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചാൽ നിങ്ങൾക്ക് കടുത്ത മാനസിക പിരിമുറുക്കം ഉണ്ടാവും എന്നുള്ളത് 6th ഹൗസ് മോശമായാൽ ഉള്ള ഒരു പ്രശ്നമാണ്. മനസ്സിലാവുന്നുണ്ടോ? നമുക്കിനി അടുത്തതും എനിമിയും കോമ്പറ്റീഷനും എന്നുള്ള ഒരു ഭാഗമുണ്ട് ഇതിനകത്ത്. അപ്പോൾ 6th ഹൗസ് സ്ട്രോങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മത്സരങ്ങൾ, കായിക മേഖലകളിലും കോമ്പറ്റീഷൻ എക്സാംസിന് ഒക്കെ ഉള്ള വെല്ലുവിളികളെ നേരിടുന്നതും അതിനൊരു വലിയ ഇഷ്ടവും ഇവർക്കുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് മത്സരിച്ചൊരു വിഷയത്തെ വിജയിക്കാനുള്ള ഒരാഗ്രഹം ഇവർക്ക് നന്നായിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ മത്സരബുദ്ധി അത് പോസിറ്റീവായിട്ട് എടുക്കാം. ആരോഗ്യകരമായിട്ടുള്ള ഒരു മത്സരം നല്ലതാണ്. ചുമ്മാ മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ജയിക്കണം എന്നുള്ള, വേറൊരാളെ തോക്കാനോ ഫസ്റ്റ് അടിക്കാനും വേണ്ടിയിട്ടല്ല, പക്ഷേ ജയിച്ചേ മതിയാവും എന്നുള്ള ആരോഗ്യകരമായിട്ടുള്ളൊരു മത്സരം. ആ നിമിത്തം വേറൊരാളെ വേദനിപ്പിച്ചുകൊണ്ട് ഒരുത്തന്നെ ചവിട്ടി കളഞ്ഞ് അങ്ങനെ പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ക്രൂക്കഡായിട്ടുള്ള കണ്ണിങ് ആയിട്ടുള്ള കാര്യമല്ല, ഞാൻ വളരെ സ്ട്രൈറ്റ് ആയിട്ടാണ് പറയണേ. അപ്പോൾ അത് ഒരു മത്സരബുദ്ധി വേണം പല കാര്യത്തിലും പഠിക്കാനും അത് ചെയ്യാനും ഒക്കെയുള്ള. നമുക്കത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാനുള്ള ഒരു മത്സരബുദ്ധി നമ്മളോട് തന്നെയും നമ്മുടെ പ്രവൃത്തിയോട് തന്നെയും ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഇവർ നിയമമേഖലകളിലും അതുപോലെ തന്നെ 6ാം ഭാവം സ്ട്രോങ് ആയിട്ടുണ്ട്. അവർക്ക് കളികൾ, കായിക മേഖലകൾ, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിലൊക്കെ വിജയിക്കും. അതുപോലെ തന്നെ പോരാട്ട വീര്യവും ധൈര്യവും കൂടും. പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഈ ഒരു കഴിവ്, മോശം സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് അതിനെ ഇടിച്ചു നിൽക്കാനും അവിടെ പിടിച്ചു നിൽക്കാനുമുള്ള ഒരു ശക്തി, ആ ഒരു മനോദൗർബല്യം, ഭഗവാൻ പറയുന്ന പോലെ ക്ലൈബ്യം മാസ്മഗമപാർത്ഥ നൈവത്യുപപദ്ധ്യതി ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ട പരന്തപാം. ശത്രുക്കളെ തപിപ്പിക്കുന്നവനായ അല്ലയോ പാർത്ഥ, എഴുന്നേറ്റാലും നിൻ്റെ മനോദൗർബല്യമാണ് നിന്നെ ഇവിടെ ഇങ്ങനെ ഇരുത്തുന്നത്. ആ മനോദൗർബല്യത്തെ ഓവർകം ചെയ്യാൻ ആ ഭഗവാൻ അർജുനെ പറഞ്ഞു കൊടുക്കുന്ന ആ സിറ്റുവേഷനിൽ ഒരു പ്രതിസന്ധി വന്നിരിക്കുന്ന സമയത്ത് അത് നിമിത്തം തളർന്നങ്ങിരിക്കാതെ ശത്രുക്കളെ തപിപ്പിക്കുന്നവനായ അല്ലയോ പാർത്ഥ, നമ്മളെ ഓരോരുത്തരെയാണ് പറയുന്നത്. ആ പാർത്ഥ, നീ എഴുന്നേറ്റാലും നിനക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് പറയുന്ന ആ ഒരു ധൈര്യവും ഒരു പോരാട്ട വീര്യം ഉണ്ടല്ലോ ജീവിതത്തിൽ, അത് 6th ഹൗസിൻ്റെ സ്ട്രോങ്നെസ് കൊണ്ടുണ്ടാകുന്നതാണ്. ഈ 6ാം ഭാവത്തിന് കുറേ ക്വാളിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. ഇനി പ്രതികൂല സ്വഭാവങ്ങൾ നോക്കാം. നെഗറ്റീവ് ഇമ്പാക്റ്റ്, പ്രത്യേകിച്ച് ഈ മത്സരബുദ്ധികളും ശത്രുക്കളും ഒക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട ഭാവമായതുകൊണ്ട് തന്നെ നെഗറ്റീവ് ഇമ്പാക്റ്റ് നോക്കാം നമുക്ക്. കലഹിക്കുന്ന സ്വഭാവം. 6ാം ഭാവത്തിൻ്റെ കാരകനായിട്ട് ശനി വരാനും കുജൻ വരാനുമുള്ള കാരണം ഇപ്പം ഏകദേശം മനസ്സിലായിട്ടുണ്ടല്ലോ. കുജൻ്റെ കാരകത്വത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ ഈ 6-നുണ്ട്. ശനിയുടെ കാരകത്വത്തിലുള്ള ഒരുപാട് ഒരു സ്ലേവറി അല്ലെങ്കിൽ ഒരു അടിമത്തം, ഒരു പല കാര്യങ്ങൾ, കഷ്ടപ്പാട്, റൊട്ടീൻ, ഇതെല്ലാം ഉണ്ട്. അപ്പം ശനിയുടെയും കുജൻ്റെയും കാരകത്വത്തിലുള്ള ഒരുപാട് സബ്ജക്റ്റുകൾ 6th ഹൗസിനുള്ളത് കൊണ്ടാണ് 6th ഹൗസിൻ്റെ കാരകനായിട്ട് ഇവർ വരുന്നത്. ഈ കലഹിക്കുന്ന സ്വഭാവം എന്ന് പറയുക, നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ കലഹിക്കുന്ന സ്വഭാവം, യുദ്ധവീര്യം തന്നെ തലതിരിയുമ്പോഴാണല്ലോ ശരിക്കും ഒരു കലഹിക്കുന്ന സ്വഭാവമാവുന്നത്. ചെറിയ കാര്യങ്ങളിൽ പോലും തർക്കിക്കുക, വഴക്കിടാൻ പോവുക, അതുപോലെ തന്നെ എല്ലാത്തിനോടും ഒരു പുച്ഛ മനോഭാവം, സർവ്വതിനോടും പുച്ഛം, പ്രപഞ്ചത്തിലുള്ള എല്ലാം പുച്ഛം. അതുപോലെ തന്നെ ഞാൻ തർക്കിക്കും, നിങ്ങൾ എന്നോട് തർക്കിക്കരുത്, നിങ്ങൾ എന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഇഷ്ടമല്ല, ന്യായീകരണങ്ങളുമായിട്ട് വരിക. അപ്പം തർക്കം ഒന്ന് അങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് കേൾക്കാനുള്ള ഇതാണ്. ഒരാളെ പുച്ഛിച്ചാൽ തിരിച്ചാൽ പുച്ഛം തിരിച്ച് കിട്ടും എന്നുള്ളത് ഒരു ബോധ്യമാണ്, അതൊരു പ്രപഞ്ച നിയമമാണത്. പക്ഷേ അത് പറ്റില്ല, അത് ഫൗളാണ്. ഞാൻ അങ്ങോട്ട് പറയും, നിങ്ങളെല്ലാം കേട്ടോണം. ഇതൊരു പ്രധാന വിഷയമാണ്. അതുപോലെ തന്നെ സംശയവും
അവിശ്വാസവും ജീവിതാനുഭവങ്ങൾ കൊണ്ടുണ്ടാകുന്ന ട്രസ്റ്റ് ഇഷ്യൂസുകൾ, പാരാനോയ്യ, അതായത് എല്ലാവരും തന്നെ എതിർക്കാൻ ശ്രമിക്കുകയാണ്, എല്ലാവരും തന്നെ ചതിക്കാൻ ശ്രമിക്കുകയാണ്, എല്ലാവരും തന്നോട് ചതിയും വഞ്ചനയാണ് ചെയ്യുന്നത്, അല്ല ഒറ്റപ്പെടുത്തുന്നതാണ്, കെയറിങ് തരാതെ തന്നെ ഒറ്റപ്പെടുത്തുകയാണ്, ബോധപൂർവം ചെയ്യുകയാണെന്നുള്ള ചിന്ത. ഇത് വ്യക്തിബന്ധങ്ങളെയും സാമൂഹികമായിട്ടുള്ള ജീവിതത്തെയും ഒരുപാട് തകരാറിലാക്കും. ആക്ച്വലി ഈ പലപ്പോഴും ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ പൂർവ്വകാല അനുഭവങ്ങൾ കൊണ്ടും പല ട്രോമാറ്റിക് എക്സ്പീരിയൻസുകൾ കൊണ്ടുമായിരിക്കാം അവരങ്ങനെ ആയിട്ടുള്ളത്. ഒരു കാലത്ത് ഹൃദയം തുറന്നൊരാളെ വിശ്വസിച്ചതിൻ്റെയോ, ഹൃദയം തുറന്നൊരാളെ സ്നേഹിച്ചതിൻ്റെയോ, ഹൃദയം തുറന്ന് ആരെയെങ്കിലുമൊക്കെ സഹായിക്കുകയോ ചെയ്തതിൻ്റെ, അല്ലെങ്കിൽ ആരെയെങ്കിലുമൊക്കെ രക്തബന്ധമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിലേഷൻ്റെ പേരിൽ, ഒരു സ്നേഹബന്ധത്തിൻ്റെ പേരിൽ, സൗഹൃദത്തിൻ്റെ ആയിരിക്കാം, പ്രണയത്തിൻ്റെ ആയിരിക്കാം, എന്ത് റിലേഷൻഷിപ്പിൻ്റെ പേരിലാണെങ്കിലും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ആരെയെങ്കിലുമൊക്കെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതിൻ്റെ കടുത്ത വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങൾ, അത് ലെസണാണ്. അതിൽ പാഠം ഉൾക്കൊണ്ട് അതിൽ നിന്ന് പുറത്ത് ചാടിയില്ലെന്നുണ്ടെങ്കിൽ, ആറിന് ബലമില്ലാതെ വരുമ്പോൾ അതിൽ കുടുങ്ങിക്കിടക്കും. കാരണം പിന്നെ ആരെയും വിശ്വസിക്കാതാവും, ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാവും, ആരെയും സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. നിങ്ങളല്ലാതെയാവും, നിങ്ങളുടെ നല്ല ക്വാളിറ്റികളെല്ലാം അവർ കൊണ്ടുപോകും. അപ്പം അവരുടെ ഒരു ചതിയോടുകൂടി നിങ്ങളുടെ നല്ല സർവ്വ ക്വാളിറ്റികളും നഷ്ടപ്പെട്ടു പോകും. അതിന് വിട്ടുകൊടുക്കരുത്. ആ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒരു ലെസണാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. എൻ്റെ ഒരു എളിയ അഭിപ്രായമാണ് കേട്ടോ. ജീവിതത്തിൽ തുടക്കകാലത്ത് ഈ അറ്റാച്ച്മെൻ്റ് ആണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നതെന്നൊക്കെ പറയുമെങ്കിലും, ഒരു സാധാരണ മനുഷ്യൻ്റെ തുടക്കകാലത്ത് അവന് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിഷയത്തോടൊരു പാഷനും ഒരു അറ്റാച്ച്മെൻറ്റും കുറച്ചെങ്കിലും ഉണ്ടാവണം എന്നുള്ളതാണ്. ഒന്ന് അവൻ്റെ കുടുംബത്തോട്, അല്ലെങ്കിൽ അവൻ്റെ വീടിനോട്, അല്ലെങ്കിൽ അവൻ്റെ അമ്മയോട്, അച്ഛനോട്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആളോട് ഒരു ലോയലിറ്റിയും ഒരു കമ്മിറ്റ്മെൻറ്റും ഉണ്ടാവണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഈശ്വരനോട്, ഈശ്വരീയമായ കാര്യങ്ങളോട്, ഭഗവതിയോട് എന്താ പറയുക, ആ ഒരു അടുപ്പം നമ്മളെ എന്ത് പ്രതിസന്ധികളും എനിക്ക് കുറച്ചുകൂടെ ഒരു താല്പര്യം എന്ന് പറയുന്നത് ഈശ്വരനോട് കുറച്ചുകൂടെ അടുപ്പം കാണും. പൂർണ്ണതയുള്ളവർക്ക് അല്ലെങ്കിൽ പൂർണ്ണരായിട്ടുള്ളവരോടെ നമ്മൾ ഭയങ്കരമായിട്ട് അടുത്തിരുന്നാൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവർക്ക് നമ്മളൊന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മളിൽ നിന്ന് അവർക്ക് പ്രതീക്ഷയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളെ അനുഗ്രഹിക്കുക എന്നല്ലാതെ, അനുഗ്രഹകരകളിൽ നമ്മളിൽ ചുരിയുക എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും അതിനകത്തില്ല. ഒരാൾ ഡിപ്പെൻഡ് ചെയ്ത് ഒരാളിനെ പ്രതീക്ഷിച്ചാൽ അതിൽ നിന്ന് വേദന. അപ്പോൾ പ്രതീക്ഷയില്ലാതെ തന്നെ ഒരു അറ്റാച്ച്മെൻറ്റ് ഫാമിലിയോടോ കുഞ്ഞുങ്ങളോടോ എന്തിനോടെങ്കിലും ഉണ്ടാവണം. ആ കമ്മിറ്റ്മെൻറ്റിനോടെ, നമ്മുടെ ജീവിതത്തിനോടെ, നമ്മുടെ വേഷത്തിനോടെ, അച്ഛൻ എന്നുള്ള വേഷം, മകൻ എന്നുള്ള വേഷം, കാമുകൻ എന്നുള്ള വേഷം, അല്ലെ ഹസ്ബൻഡ് എന്നുള്ള വേഷം, അല്ലെങ്കിൽ സുഹൃത്ത് എന്നുള്ള വേഷം, അല്ലെ ടീച്ചർ എന്നുള്ള വേഷം, അല്ലെ കാമുകി എന്നുള്ള വേഷം, അല്ലെ ഭാര്യ എന്നുള്ള വേഷം, ഏതെങ്കിലും ഒന്നിനോടെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റും ഒരു ലോയലിറ്റിയും ഒരു അടുപ്പവും നിങ്ങൾക്കുണ്ടെങ്കിൽ, ഈവൻ ജോലിയിലാവാം, അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാവാം, ഉണ്ടെങ്കിൽ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അതൊരു ഫ്യൂവലായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഒരുപാട് പേരുടെ ജീവിതത്തെ ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, പലപ്പോഴും ആത്മഹത്യയെക്കുറിച്ച് ആൾക്കാർ ചിന്തിക്കുന്നത് ജീവിതത്തിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോഴാണ്, ജീവിതത്തിൽ ഒന്നിനോടും ഒരു തൃപ്തിയും സങ്കടവും തൃപ്തിയില്ലായ്മയും സങ്കടവും വരുമ്പോഴാണ്, ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ വരും. എന്തെങ്കിലും ഒരു ഇത് വേണം. വാസ്തവത്തിൽ കടുത്ത മാനസികാവസ്ഥയിലൂടെ കടന്നു പോയിട്ട് ശത്രുവാകുന്ന കാമക്രോധ ലോഭമോഹ മതമത്സര്യാദികൾക്ക് ക്ഷതം വന്ന് അതിൽ നിന്നുണ്ടാവുന്ന ആത്മാനുഭൂതിയിലൂടെയാണ് ശരിക്കും മെച്യൂരിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത്. മെച്യൂരിറ്റി പലപ്പോഴും ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്നൊരു കാര്യമാണ്. ആ അനുഭവങ്ങളിലൂടെയാണ് ഒരു വ്യക്തി വാർത്തെടുക്കുന്നതും. പലപ്പോഴും നല്ല സ്പിരിച്വൽ, റിലീജിയസ് അല്ല, നല്ല സ്പിരിച്വലായിട്ടുള്ള ഒരാൾ ജനിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കോൺട്രിബ്യൂട്ടറായിട്ടുള്ള ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ജനിക്കുന്നത് പലപ്പോഴും ഈ പറഞ്ഞ ശത്രുക്കളാവുന്ന ജീവിതാനുഭവങ്ങളെ നേരിട്ട് അതിനെ ഫൈറ്റ് ചെയ്ത് പുറത്തു വരുമ്പോഴാണ്.
8th ഹൗസ് പറയുമ്പോൾ ഞാനത് കുറച്ചുകൂടെ പറയാം. ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ 6th ഹൗസ് കുറച്ചുകൂടെ ബാഹ്യമാണ്. ബാഹ്യമായ വിഷയങ്ങളിലാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ കടം, രോഗം, അത്യാവശ്യ വിഷയം. പക്ഷേ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റുകൾ കണ്ടമാനം 8th ഹൗസാണ്. അത് ഒരു രഹസ്യഭാവം കൂടി ആയതുകൊണ്ട് ഞാൻ ആ വിഷയം അപ്പം പറയാം. ഈ 6, 8, 12 എന്ന് പറയുന്നത് നെഗറ്റീവ് ഭാവമായിട്ട്, പൊതുവെ മോശഭാവം എന്ന് പറയുന്നത് നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങളാണ് അവിടെ വരുന്നതെല്ലാം. കാരണം മനുഷ്യന് ഒട്ടും താല്പര്യമില്ലാത്ത, സുഖകാംക്ഷിയായിട്ടുള്ള, സുഖത്തെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യജീവിക്ക്, ആനന്ദത്തെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അതിന് വിപരീതമായിട്ടുള്ള സന്തോഷവും കംഫോർട്ടും കളയുന്ന ഏരിയകളാണ്. പക്ഷെ ആ ഏരിയകളാണ് ഒരാളുടെ ജീവിതത്തെ മുക്തിയിലേക്ക് നയിക്കുന്നത് എന്നുള്ള ഓർമ്മ നമ്മളെ കുറച്ചും കൂടി ശ്രദ്ധയുള്ളവരാക്കും. ആ ഭാവം നമുക്ക് മനസ്സിലായാൽ കുറച്ചുകൂടി നമ്മൾ ഓക്കെ ആവുകയും ചെയ്യും. റിയാലിറ്റിയിലേക്ക് ഇറങ്ങി വരും. ഫാൻറ്റസികളിൽ നിന്ന് റിയാലിറ്റിയിലേക്ക് ഇറങ്ങി വരികയും ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹുക്ക് ഉണ്ടായിരിക്കണം. അത് നിങ്ങളെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ പറ്റും. ആധുനികമായിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നത് ആഗ്രഹമൊന്നും വേണ്ട, അറ്റാച്ച്മെൻ്റ് ഒന്നും വേണ്ട എന്നാണ് പറയുന്നത്. ഉറപ്പിച്ചു വെച്ചോളൂ, മോക്ഷത്തിലേക്ക് പോകുന്ന യോഗി പോലും എനിക്ക് മോക്ഷം കിട്ടണമെന്നുള്ള ആഗ്രഹത്തിലാണ് സാധന ചെയ്യുന്നത്. ഒരാഗ്രഹം വേണം, ഒരു എന്തെങ്കിലും ഒരു താല്പര്യവും അറ്റാച്ച്മെൻറ്റും വേണം. എന്നാലേ നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള പ്രതീക്ഷകൾ തരൂ. ആഗ്രഹത്തെ കൊല്ലാനായി നിങ്ങൾ ആയുധമെടുത്താൽ ആ ആയുധത്തിൽ ആഗ്രഹം കുടികൊള്ളുന്നു എന്നൊരു മഹാഭാരത വചനമുണ്ട്. അതായത് നമ്മൾ ഒരാഗ്രഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ടൊരു ഐഡിയ ആകുന്ന ഒരായുധമെടുത്താൽ ആ ആയുധം തന്നെ ഒരാഗ്രഹം. ആയുധം എടുക്കുന്നത്, എനിക്കത് ആഗ്രഹത്തെ നശിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ആയുധം എടുക്കുന്നത്. ആ നശിപ്പിക്കാൻ എടുക്കുന്നത് എന്താണ്? ഒരാഗ്രഹമാണ്. അതുകൊണ്ട് ആഗ്രഹിക്കുന്നത് മോശമല്ല, ആഗ്രഹിക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹങ്ങളും സ്നേഹവും അറ്റാച്ച്മെൻറ്റും ഒക്കെ നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടെങ്കിലേ ഒരു വ്യക്തി ഗുണവും മനുഷ്യത്വവും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഇതുണ്ടാകത്തുള്ളൂ. ചിലപ്പോൾ തിരിച്ചടികൾ വന്നേക്കാം. പക്ഷേ അത് കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കോൺട്രിബ്യൂട്ടറായി അങ്ങോട്ട് ജീവിക്കുക, കൂട്ടത്തിൽ അവനവൻ്റെ കാര്യങ്ങളും നോക്കുക. അങ്ങനെ നോക്കി മുന്നോട്ട് പോയാൽ ഈ അവിശ്വാസത്തിൽ നിന്നും കരകയറാനും നിങ്ങൾക്ക് വ്യക്തിബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും സ്വന്തം ജീവിതം നന്നാക്കിയെടുക്കാനും പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ വിക്ടിം മെൻറ്റാലിറ്റിയാണ് ഈ 6th ഹൗസിന് ബലമില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു വിക്ടിം മെൻറ്റാലിറ്റിയാണ് ഇരമനോഭാവം എന്ന് പറയും. ഇരമനോഭാവം ജീവിതത്തിലുള്ള, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സർവ്വ പ്രശ്നങ്ങൾക്കും കാരണം എൻ്റെ ചുറ്റുപാടുള്ളവരാണ്, ഞാനല്ല. ഇങ്ങനെ സ്വയം ഇരയായി കാണുകയും അവർ കാരണമാണ് ഞാൻ ഇരയായത്, അവർ കാരണമാണ് ഞാൻ ഇങ്ങനെയായത്. ചില ഇത് പറ്റും. അതായത് ഇപ്പം വേദനകൾ പലതും സ്നേഹം കൊടുത്ത് തന്നെ വാങ്ങുന്നതാണ്, അതിൽ സംശയമൊന്നുമില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ പലതും നമ്മൾ അറിവില്ലായ്മ കൊണ്ടും, അതുപോലെ തന്നെ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന വേദനകൾ അത്രയും, ഇപ്പം എൻ്റെ ജീവിതത്തിലാണെങ്കിൽ പോലും എനിക്കുണ്ടായിട്ടുള്ള വേദനകളൊന്നും തന്നെ പുറത്തുള്ള ആരും തന്നൊന്നുമല്ല. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ആൾക്കാരിൽ നിന്നുമാണ് ആ വേദനകൾ ഉണ്ടാകുന്നത്. നമ്മുടെ വേദനകളൊക്കെ തന്നെ നമ്മൾ സ്നേഹം കൊടുത്ത് വാങ്ങിയതാണ്, വിശ്വാസം കൊടുത്ത് വാങ്ങിയതാണ്. പക്ഷെ നമ്മൾ കൊടുത്തപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ആ ചാണക്യസൂത്രത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് അർഹതയുള്ളിടത്തായിരിക്കണം സ്നേഹമായാലും ധനമായാലും എന്തായാലും കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ എന്താ അറിയോ, നമുക്ക് തിരിച്ചത് വേദനയായി ഭവിക്കും. അത് അവരുടെ കുഴപ്പമല്ല, അത് നമ്മളുടെ കുഴപ്പമാണ്. ഇവിടെ അതൊരു തിരിച്ചറിവാണ്, ആ ഒരു മനോഭാവമാണ്. ഇവിടെ 6ാം ഭാവം മോശമായതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്ടിം മെൻറ്റാലിറ്റിയാണ്. ചുറ്റുപാടുള്ളവരൊക്കെ മോശവും, ഞാൻ ഇവരെല്ലാം കാരണം നശിച്ചു പോയി, എൻ്റെ രോഗത്തിനും ശത്രുതയ്ക്കും കടത്തിനും എൻ്റെ നാശത്തിനും സർവ്വതിനും കാരണം ഈ ചുറ്റുപാടുള്ളവരാണ്, ഇവരെല്ലാം കാരണമാണ് ഞാനിങ്ങനെ ആയിപ്പോയത്. അല്ലാതെ എൻ്റെ കഴിവുകേടല്ല, ചുറ്റുപാടുള്ളവർ കാരണമാണ് ഞാനിങ്ങനെ ആയത്. എന്നെ എല്ലാവരും കൂടെ നശിപ്പിച്ചതാണ്, എല്ലാവരും കൂടെ എന്നെ മോശമാക്കിയതാണെന്നുള്ള ബോധത്തിലേക്ക് നമ്മൾ വരികയും ചെയ്യും. അപ്പം ഇതാണ് സൈക്കോളജി ഓഫ് എനിമീസ് ആൻഡ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഏരിയയിലെ പോസിറ്റീവും നെഗറ്റീവും. ഇനി അടുത്തത് എന്ന് പറയുന്നത് സൈക്കോളജി ഓഫ് ഡെപ്റ്റ് ആൻഡ് ലയബിലിറ്റീസ് ഇൻ അസ്ട്രോളജി. അതായത് കടവും ബാധ്യതകളും, അതിൻ്റെ അനുകൂലമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് നോക്കാം.
ബാധ്യതകൾ, അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഉത്തരവാദിത്ത ബോധമാണ്. തൻ്റെ കടമകളെയും ബാധ്യതകളെയും കൃത്യമായി മനസ്സിലാക്കുകയും അത് വേണ്ട വിധം ചെയ്തു തീർക്കുകയും അതുപോലെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് തിരിച്ചു മറിക്കുകയും അത് കൃത്യസമയത്ത് തന്നെ തിരിച്ചടയ്ക്കുകയും കൃത്യമായ മറുപടികൾ പറയുകയും കൃത്യമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ക്വാളിറ്റി നിലനിർത്തുന്ന, കൃത്യത നിലനിർത്തുന്ന, നിഷ്ഠ നിലനിർത്തുന്ന, കൃത്യസമയത്ത് ബാധ്യതകളെ വേണ്ടതുപോലെ ചെയ്യുന്ന, തൻ്റെ കടമകളെ വൃത്തിയായിട്ട് ചെയ്യുന്ന ഉത്തരവാദിത്ത ബോധം എന്നുള്ളത് 6th ഹൗസ് ബലപ്പെട്ടാൽ ഉണ്ടാവുന്ന ഒരു ക്വാളിറ്റിയാണ് കേട്ടോ. അതേപോലെ 6th ഹൗസ് നെഗറ്റീവായാൽ, ഇപ്പം കടവും ഇതൊക്കെ മേടിച്ച് കാര്യങ്ങളെല്ലാം ഓടിക്കാനും ആ ബാധ്യതകളെ ഒഴിവാക്കാനും അതിന് കഷ്ടപ്പെട്ട് തൻ്റെ ജീവിതം മുന്നോട്ട് നയിച്ച് വീടിനെയും തൻ്റെ കാര്യങ്ങളെയും താൻ ഏറ്റെടുത്ത ജോലിയെയും എല്ലാം കൃത്യമായിട്ട് ഒരു വ്യവസ്ഥിതിയിൽ, ഒരു സാമൂഹിക വ്യവസ്ഥിതിയിൽ, നമ്മളൊരു സോഷ്യൽ ആനിമൽ, അപ്പം സാമൂഹിക വ്യവസ്ഥിതിക്കനുസരിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഇവർക്കുണ്ടാവും. ഇനി നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിരന്തരമായ ഉത്കണ്ഠയായിരിക്കും കടബാധ്യതകളെക്കുറിച്ച്. 1-ാം തീയതി ക്രെഡിറ്റ് കാർഡ് വലിച്ചാൽ അടുത്ത മാസം 1-ാം തീയതി അടച്ചാൽ മതിയായിരിക്കും. പക്ഷേ ബാക്കിയുള്ള 29 ദിവസം അടയ്ക്കണം, ക്രെഡിറ്റ് കാർഡ് അടയ്ക്കണം, അടച്ചില്ലേ ഫൈൻ വരും എന്നുള്ള ചിന്ത, നിരന്തരമായിട്ടുള്ള ഉത്കണ്ഠ, സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളെ ബേസ് ചെയ്തിട്ട്. അപ്പം ഈ നിരന്തരമായിട്ടുള്ള ആശങ്കകളും ഉത്കണ്ഠകളും ഒക്കെ മനുഷ്യൻ്റെ മനസമാധാനം കളയും. അശാന്തസ്യ കുതസുഖം, ഭഗവത്ഗീത പറയുന്നുണ്ട്. ശാന്തി ഇല്ലാത്തവന് ഇവിടെ അസുഖം. മനസ്സിന് ഒരു സുഖം ഉണ്ടാവില്ല, സ്വസ്ഥത ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. ഭാവിയെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ച് ബലരഹിതമായിട്ടുള്ള 6-ാം ഭാവത്തിന് ഈ ഒരു ഇഷ്യൂ ഉണ്ടാവും. അതുപോലെ തന്നെ കുറ്റബോധം, കടമകൾ കൃത്യമായിട്ട് ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യാൻ കഴിയാത്തതിൻ്റെ പേരിൽ, കടബാധ്യതയെ അല്ലെങ്കിൽ കടമകളെ കൃത്യമായി വേണ്ടതുപോലെ ചെയ്യണം എന്നറിഞ്ഞിട്ടും തൻ്റെ അലസത കൊണ്ടും മടി കൊണ്ടും അത് ചെയ്യാതിരുന്നതിൻ്റെ കുറ്റബോധം, തൻ്റെ ജീവിതത്തിൻ്റെ വിജയങ്ങൾക്ക് വേണ്ടി ലോജിക്കലായിട്ട് തൻ്റെ ഉയർച്ചകൾക്ക് വേണ്ടി പലതും ചെയ്തിട്ട് സ്വന്തം ജീവിതത്തിലെ പ്രധാനപ്പെട്ട പലതും നശിപ്പിച്ച് കളഞ്ഞതിൻ്റെ കുറ്റബോധം, താൻ കാരണം മറ്റുള്ളവർ നശിച്ചു പോയതിൻ്റെ, അല്ലെ ശത്രുവല്ല ഇരുന്ന ഒരാളെ വധിച്ചതിൻ്റെ, ഒരു യോദ്ധാവിൻ്റെ ഏറ്റവും വലിയ മനോദുഃഖം എന്ന് പറയുന്നത് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു നിരപരാധിയെ അറിയാതെ തട്ടിക്കളയുമ്പോഴാണ്. അയാൾ നിരപരാധിയാണെന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യഥയുണ്ട് മനുഷ്യത്വമുള്ള ഒരു യോദ്ധാവിന്. അതുപോലെ തന്നെ താൻ ഒരാളെ തൻ്റെ വിജയങ്ങൾക്ക് മുന്നോട്ട് പോയപ്പോൾ ഒരു നിരപരാധിയെ ഉപദ്രവിച്ചു എന്നുള്ളതിൻ്റെ കുറ്റബോധം തൻ്റെ ഉള്ളിൽ, അത് ചിലപ്പോൾ അച്ഛനോടാവാം, അമ്മയോടാവാം, അച്ഛനോടൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ, അമ്മയോടൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ, തൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പലരോടും താൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾ, ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ ആലോചിച്ചും അവരോടൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തത്തെ നിന്ന് ഒളിച്ചോടിയിട്ട് പിന്നീട് ചിലപ്പോൾ അവരുടെ മരണത്തിനോ കാരണമായ മരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്ന ശേഷം ഉള്ളിൽ തോന്നുന്ന സങ്കടകരമായിട്ടുള്ള കുറ്റബോധത്തിൻ്റെ അവസ്ഥ. അപ്പോൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ളവർക്ക് ജീവിതം ഒരു വലിയ ഭാരമാണെന്നുള്ള ചിന്ത വരും. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ, അങ്ങനെ കുറ്റബോധം ഉള്ളിലിരിക്കുന്നവരാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ആ കാർമിക് ലൂപ്പം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരോട് മാപ്പ് പറയുക, മരിച്ചു പോയെങ്കിൽ ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും അങ്ങനെ കുറ്റബോധം തോന്നുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവരെ കണ്ട് മാപ്പ് പറഞ്ഞ് ആ കാർമിക് ലൂപ്പ് കട്ട് ചെയ്ത് അവസാനിപ്പിക്കുക എന്നുള്ള. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉള്ളിക്കിടന്ന് പുതിയ രീതിയിലേക്ക് വരികയും ചെയ്യും. 8th ഹൗസ്, 6th ഹൗസ് ആൻഡ് 12th ഹൗസ്, ഈ 3 കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പം ജോലി റൊട്ടീൻ എന്ന് പറഞ്ഞ് എനിക്കിവിടെ ഈ ഓഫീസ് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് പോയാൽ അവിടെ ഈ സാഹചര്യം തന്നെ ആൾ മാറും, സ്ഥലം മാറും, ലൂപ്പ് റിപ്പീറ്റ് ചെയ്യും. 6-ാം ഭാവം പാസ്റ്റ് ലൈഫുമായിട്ട് വളരെ കണക്റ്റഡാണ്. പാസ്റ്റ് ലൈഫിലെ ദുഷ്കർമ്മങ്ങളുമായിട്ടാണ് 6, 8, 12 കണക്റ്റഡ് ആവുന്നത്. പാസ്റ്റ് ലൈഫിലെ നല്ല ഫലങ്ങളുമായിട്ടാണ് കേന്ദ്രങ്ങൾ കണക്ട് ചെയ്യുന്നത്, ഭൗതിക സുഖങ്ങൾ. പാസ്റ്റ് ലൈഫിലെ
സുഹൃതങ്ങൾ, നല്ല സുഹൃതങ്ങളുമായിട്ടാണ് 5-9 കണക്ട് ചെയ്യുന്നത്. പുണ്യത്തെയാണ് 5-9 കണക്ട് ചെയ്യുന്നത്. പിന്നെ 6 എന്ന് പറയുന്നത് ഉപജയഭാവം കൂടിയാട്ടോ. 3, 6, 10, 11 എന്ന് പറയുന്ന ഉപജയഭാവങ്ങൾ. അപ്പം അതൊരു കാര്യം നടന്ന ശേഷം, ഇപ്പം 7-ാം ഭാവാധിപൻ 10ൽ നിൽക്കുക, അല്ല 6-ാം ഭാവാധിപൻ 10ൽ നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വിഷയം ഉണ്ടായ ശേഷം, ജോലി കിട്ടിയ ശേഷം രക്ഷപ്പെടാനുള്ള യോഗമാണ്. ഇപ്പോൾ 7-ാം ഭാവാധിപൻ 10ൽ നിന്ന് കഴിഞ്ഞാൽ വിവാഹത്തിന് ശേഷം അയാൾ ജോലിയിൽ നല്ല ഉയർച്ച ഉണ്ടാവാനൊക്കെ ഉള്ളൊരു യോഗമാണ്. ഉപജയഭാവങ്ങളെക്കുറിച്ച് ഞാനത് പറഞ്ഞിട്ടുണ്ട്. തുടക്കമുള്ള വീഡിയോസിനകത്തത് കിടപ്പുണ്ട്. നിങ്ങളത് പോയി കണ്ടു നോക്കുക. അതിൻ്റെ ടൈറ്റിൽ നോക്കിയാൽ മതി. അപ്പോൾ ഉപജയഭാവങ്ങളെക്കുറിച്ചുള്ള വീഡിയോസിനകത്ത് ഞാൻ വളരെ വൃത്തിയായിട്ട് പറയുന്നുണ്ട്. ഉപജയഭാവങ്ങളിൽ ഇപ്പം മറ്റ് ഭാവാധിപന്മാർ നിന്നാൽ ആ വിഷയം നടന്ന ശേഷം, ആ ഇൻസിഡൻറ്റ് നടന്ന ശേഷം അവർക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും. 5-ാം ഭാവാധിപൻ 10ൽ നിന്നാൽ സന്താനമുണ്ടായ ശേഷം ഉയർച്ച ഉണ്ടാവും. 5-ാം ഭാവാധിപൻ 6ൽ നിന്നാൽ സന്താനങ്ങളിൽ നിന്ന് കുറച്ച് ദുഃഖമൊക്കെ ഉണ്ടാകുമെങ്കിലും സന്താനം ഉണ്ടായ ശേഷം അവർക്ക് ഡെയിലി റൊട്ടീനിലും ജീവിതശൈലിയിലും ഒക്കെ ഒരുപാട് ഉയർച്ചകളും ഉണ്ടാകും. 7-ാം ഭാവാധിപൻ 6ൽ നിന്നാലും ഞാൻ ചില ജാതകങ്ങൾ കണ്ടിട്ടുണ്ട്, വിവാഹശേഷി ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകും. പക്ഷേ 7-ാം ഭാവാധിപൻ 6ൽ നിന്നാൽ വിവാഹനാശം കൂടാ, ഡിവോഴ്സിനുള്ള സാധ്യത. ശുക്രനും ആ ഭാവാധിപനും ഒക്കെ മോശമായാൽ ചിലപ്പോൾ വിവാഹശേഷി ഇവർ ഉയർന്നിട്ടുണ്ടാകും. പക്ഷേ റിലേഷൻഷിപ്പ് 7th ഹൗസ് എന്ന് പറയുന്നത് ചിന്തിക്കുന്ന സബ്ജക്റ്റിൽ ദോഷം ഉണ്ടാവുകയും ചെയ്യും. അപ്പം പൊതുവെ ഡെപ്റ്റാണ്, പാസ്റ്റ് ലൈഫ് ഡെപ്റ്റിലെ ദുരിതാനുഭവങ്ങളെ, പാസ്റ്റ് ലൈഫിൽ ചെയ്തിട്ടുള്ള മോശാനുഭവങ്ങളെ, കർമ്മയുടെ മോശഭാവങ്ങളെ, മോശമുഖമാണ്. കർമ്മയുടെ ശരിക്കുള്ള റിയൽ ഫേസ് ആണ് 6-8 ഉള്ളത്. ലെസൺസാണ്, പഠിക്കുക, അതിൽ നിന്ന് രക്ഷപ്പെടുക. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ഒരു വ്യക്തി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ ആഗമിക കർമ്മങ്ങൾ വെച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് ലെസൺസാണ്. ഇത് എനിക്ക് ഇങ്ങനെയൊരു സാധനം വരാനുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് ജീവിക്കാൻ നോക്കുക. ശക്തമായ ഒരു 6-ാം ഭാവം, ഒരു വ്യക്തി ശക്തമായ ഒരു 6-ാം ഭാവം, അല്ല 6-ാം ഭാവാധിപനെ ശക്തിപ്പെടുത്തുക, അല്ലെങ്കിൽ 6-ാം ഭാവത്തിൻ്റെ ദുഷ്കർമ്മങ്ങൾക്കെതിരെ സുഹൃതങ്ങൾ ചെയ്ത്, അതേ കാലഘട്ടത്തിൽ തന്നെ സുഹൃത കർമ്മങ്ങൾ ചെയ്ത് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കിയാൽ, അതിനെ മനസ്സിലാക്കിയാൽ ഒരു വ്യക്തി തൻ്റെ പ്രശ്നങ്ങളെ അതിജീവിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും സേവനത്തിൽ സംതൃപ്തി കണ്ടെത്താനും ആരോഗ്യകരമായ ഒരു ജീവിതം നിലനിർത്താനും, അതായത് ഡെയിലി നമ്മൾ ആരോഗ്യം നിലനിർത്താനും, നമ്മുടെ ഹെൽത്ത് നിലനിർത്താനും, ഒരു പോരാളിയുടെ മനോഭാവത്തിലൂടെ മുന്നോട്ട് പോകാനും പറ്റും. ഒരു വാരിയർ, അതായത് ശത്രുക്കളെ തപിപ്പിക്കുന്നതിനായിരിക്കുന്ന, പരന്തപനായിരിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥയിൽ മുന്നോട്ട് പോകാനും പറ്റും. എന്നാൽ ദുർബലനായ ഒരു 6-ാം ഭാവാധിപൻ, 6-ാം ഭാവത്തിന് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമാണെങ്കിൽ എന്നെയൊക്കെ ഉണ്ട് ഇതൊന്നും വയ്യ എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള ശനിയാവും. അതായത് മോശം അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിക്ക് ഉത്കണ്ഠ, ഭയം, സംശയം, മനോഭാവം എന്നിവയിലേക്ക് അയാളുടെ മൈൻഡിനെ തള്ളിവിടുകയും ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ, ഐസൊലേഷൻ, ഒറ്റപ്പെടൽ പോലുള്ള കാര്യങ്ങൾ, എല്ലാവരോടും ഒരു ഭയം, ആരെയും വിശ്വസിക്കാതെ ഒറ്റപ്പെട്ടിരിക്കാനുള്ള ഒരു കാര്യം, ജീവിതം തന്നെ ഒരു നിരന്തരമായിട്ടുള്ളൊരു യുദ്ധം ആയിട്ട്, നമ്മുടെയൊക്കെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഈ അടുത്ത കാലത്ത് നടക്കുന്ന സമരം പോലെ, ഈ എത്രയൊക്കെ മഴ നനഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ സമരം ചെയ്താലും പ്രത്യേകിച്ച് ഭരണാധികാരികൾക്കൊരു മനസ്സലിവും ഉണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതം തന്നെ നമുക്ക് ഈ ഉത്കണ്ഠയും ഭയവും സംശയവും മനോഭാവവും കടങ്ങളും ഡെപ്റ്റുകളും പലതരത്തിലുള്ള കാരണങ്ങളും കൊണ്ട് ജീവിതം എന്നും ഒരു സമരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കും. എല്ലാവരെയും കുറ്റം പറഞ്ഞ് സമൂഹത്തിനോട് മൊത്തം ഒരു വെറുപ്പായി, ചുറ്റുപാടുകളോടും ഒരു വെറുപ്പായി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് 6-ാം ഭാവത്തെക്കുറിച്ച് പഠിക്കുമ്പം 6-ാം ഭാവം, ഭാവാധിപൻ പോയി നിൽക്കുന്ന നക്ഷത്ര അധിപൻ, 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം, 6-ാം ഭാവം പോയി അംശിച്ചിരിക്കുന്ന രാശി, 6-ാം ഭാവം വന്നിരിക്കുന്ന രാശി, ഇവയെല്ലാം പരിശോധിച്ച് കാരാഗ്രഹങ്ങളെയും പരിശോധിച്ച് ശ്രദ്ധാപൂർവം അങ്ങനെ പഠിക്കുകയും ചെയ്താൽ ഒരു വ്യക്തിക്ക്, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും, മാനസിക പ്രതിരോധ ശേഷിയെയും ശാരീരിക ആരോഗ്യം ഉള്ളതുകൊണ്ട് ആരോഗ്യത്തിൻ്റെ പ്രതിരോധ ശേഷിയെയും
ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നേരിടാനുള്ള കഴിവിനെയും എവിടെയൊക്കെയാണ് എൻ്റെ വീക്ക്നെസ്, എവിടെയൊക്കെയാണ് എൻ്റെ പോസിറ്റീവ് പോയിൻ്റ്, എവിടെയൊക്കെയാണ് ഞാനത് വളർത്തിയെടുക്കേണ്ടത് എന്നുള്ളത് സ്വയം മനസ്സിലാക്കി മുന്നോട്ട് പോവാനും സഹായിക്കുന്ന ഒരു ഉത്തമ പഠന വിഷയമാണ് ജ്യോതിഷം. ജ്യോതിഷത്തിലെ തന്നെ 6-ാം ഭാവവും. അപ്പം അസ്ട്രോളജി ഇഷ്ടപ്പെടുന്ന, അസ്ട്രോളജി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഞാനതുകൊണ്ട് ഇത്രയും വിശദമായിട്ട് പറഞ്ഞു. സാധാരണ ഞാൻ ചെറിയ വിഷയങ്ങളായിട്ട് അങ്ങ് ഒതുക്കാനാണ്, വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാനാണ് നോക്കുന്നത്. പക്ഷേ 6th ഹൗസും 8th ഹൗസും 12th ഹൗസും വളരെ വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാനതുകൊണ്ടാണ് വളരെ വിശദമായിട്ട് പറഞ്ഞത്. ഒരുപാടുണ്ട് പഠിക്കാൻ. ഞാനതുകൊണ്ട് ഈ ബുക്ക് ആദ്യമേ പറഞ്ഞു, ഈ രാഗാദി രോഗ എന്ന് പറഞ്ഞത് ഒരുപാട് പഠിക്കേണ്ടതാണ്. ഒരുപാട് തരത്തിലുള്ള രോഗങ്ങൾ, ഒരുപാട് തരത്തിലുള്ള വിഷയങ്ങൾ, ഒരുപാട് മാനസിക സംഘർഷങ്ങൾ, അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള, അതായത് രോഗം ഉണ്ടായിരിക്കുന്നത് വാതപിത്ത അതായത് ശാരീരികമോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണോ, അതോ ഒരാളുടെ മാനസിക നില തളരുമ്പം പുറത്തു നിന്നുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ മാനസിക നില എത്രത്തോളം താഴേക്ക് പോകുമ്പം ഏത് പ്ലെയിനുകളുമായിട്ടാണ്, അതായത് ലോവർ പ്ലെയിനുകളിലായിട്ടാണ്, ലോവർ ചക്ര പ്ലെയിൻ അല്ലെങ്കിൽ ലോവർ അതോ ലോകങ്ങളിലേക്ക് ആണ് ഇവരുടെ മനസ്സ് അറ്റാച്ച്ഡ് ആവുന്നെങ്കിൽ ആ തരത്തിലുള്ള മാനസികാവസ്ഥ എങ്ങനെയൊക്കെ വരാം, അതെങ്ങനെയാണ്, അതാണോ അതോ സംഘർഷങ്ങൾ കൊണ്ടും മാനസിക സംഘർഷങ്ങൾ കൊണ്ടും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളാണോ എന്നെല്ലാം നമുക്ക് ഇതുകൊണ്ട് പഠിക്കാം. വളരെ വിശദമായിട്ട് പഠിക്കാം. ഈ എങ്ങനെയൊക്കെയാണ് ബാധ എന്നൊക്കെ പറയുന്നത്, നമ്മൾ പൊതുവെ സിനിമയിലൊക്കെ കാണുന്ന ബാധ പ്രേതം എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ലാതെ എല്ലാ തരത്തിലുള്ള എനർജികളും ഈ ലോകത്തുള്ളത് കൊണ്ട് തന്നെ ഏതൊരു എനർജിയാണ് നമ്മൾ കൂടുതൽ അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് അതിന്, അല്ലെങ്കിൽ നമ്മൾ ഏതൊരു പ്ലെയിനിലാണോ കൂടുതലായിട്ട് മെൻ്റലി നമ്മൾ നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള നമ്മുടെ ചേഷ്ടകളടക്കം സർവ്വ വിഷയങ്ങളും, ഒരു മനോനില തളർന്ന ഒരാളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ, അതെല്ലാം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഈ പുസ്തകം നല്ല രീതിയിൽ സഹായിക്കും. ഇതിനകത്ത് ഒരുപാട് പല വിഷയങ്ങളുണ്ട്. അത് പുസ്തകം ഒന്ന് തുടങ്ങി വെക്കും, പിന്നെ നമുക്ക് പല കാര്യങ്ങളായിട്ട് പഠിച്ചാൽ. അപ്പോൾ 6th ഹൗസ് എന്ന് പറയുന്ന ഒരുപാട് രഹസ്യങ്ങളുള്ള ഒരു ഭാവമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു സബ്ജക്റ്റുമായിട്ട് കാണാം. 6th ഹൗസിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്രഹങ്ങൾ നിന്നാൽ എന്താണ് ഫലം, 6-ാം ഭാവാദിയും വ്യത്യസ്ത രാശികളിൽ നിന്നാൽ എന്താണ് ഫലം എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമസ്കാരം.